അതെ, 35 രൂപ 40 പൈസയാണ് ജുറാസിക് വേൾഡ് റീബർത്ത് കാണാൻ വേണ്ടി ഞാൻ മുടക്കിയത്. ക്രെഡ് കോയിൻ റഷിന്റെ ഭാഗമായിട്ട് കിട്ടിയ ഒരു വൗച്ചർ ആയിരുന്നു. ആ വൗച്ചറിന്റെ ഭാഗമായി സിനിപോളിസിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് എറണാകുളത്തെ ഏറ്റവും മോശം തിയേറ്റർ ആയിട്ടുള്ള സിനിപോളിസ് ഓഡി 7-ൽ ഞാൻ ഈ പടം കാണാൻ വേണ്ടി എത്തി. ഒന്നാമത്തെ കാര്യം, ഈ പടത്തിന് വേണ്ടി കാര്യമായിട്ട് കാശ് കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. താങ്ക്സ് ടു ക്രെഡ് ആപ്പ് 30 രൂപ അടുത്താണ് മുടക്കിയിട്ടുള്ളൂ. പിന്നെ ഈ സിനിമ റിലീസ് ആയപ്പോൾ ഒരു ദിവസം ഡിലേ ആയി കാണാനായി. അപ്പോൾ അപരാധം ലെവൽ റിവ്യൂസ് ആയിരുന്നു. അത് വളരെ വളരെ മോശം റിവ്യൂസ് ആയിരുന്നു സോഷ്യൽ മീഡിയ വഴി എല്ലാം വന്നത്. അപ്പോൾ നമുക്ക് ഈ എക്സ്പെക്ടേഷൻ കുറയുക എന്നുള്ളൊരു കാര്യമുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ പ്രധാനപ്പെട്ട എല്ലാ സിനിമകളും ഫസ്റ്റ് ഡേ തന്നെ കാണുന്നതുകൊണ്ട് ഈ മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസ് കാര്യങ്ങളൊന്നും എന്നെ അങ്ങനെ ബാധിക്കാറില്ല. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ റിവ്യൂസും കാണുന്നത് റിലീസിന് ശേഷമായിരിക്കും. പക്ഷേ ഈ സിനിമയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫേസ്ബുക്ക് ഒക്കെ തുറന്നു നോക്കുമ്പോൾ തന്നെ ഒരുപാട് അപരാധ ലെവൽ റിവ്യൂസ് ആയിരുന്നു. അപ്പോൾ എക്സ്പെക്ടേഷൻ മീറ്റർ എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഓൾറെഡി വളരെ വളരെ വളരെയധികം ഡൗൺ ആയിരുന്നു. അപ്പോൾ ഈ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സിനിമയുടെ ഡയറക്ടർ, ദ ക്രിയേറ്റർ എന്നുള്ള എൻ്റെ വളരെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പടമാണ്. അപ്പോൾ ഗാരത്ത് എഡ്വാർഡ്സ് ആണ് ഈ പടത്തിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ഈ കൈജു അല്ലെങ്കിൽ ഈ മോൺസ്റ്റർ പടങ്ങളൊന്നും പുള്ളി ആദ്യമായിട്ടല്ല എടുക്കുന്നത്. ഇതിനു മുമ്പും പുള്ളി എടുത്തിട്ടുണ്ട്, ഗോഡ്സില അടക്കമുള്ള പടം എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഇമോഷണൽ ഡെപ്തിൽ, ഇപ്പൊ ക്രിയേറ്ററിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നല്ല ഇമോഷണൽ ഡെപ്തിൽ കഥ പറയാൻ അറിയുന്ന ആളാണ് പുള്ളി. പിന്നെ എന്തുകൊണ്ട് ഈ പടത്തിന് ഇത്രയും നെഗറ്റീവ്സ് വന്നു എന്നുള്ളപ്പോൾ ഒരു ചിന്തയുണ്ടായിരുന്നു പടം കണ്ടപ്പോൾ. പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഓൾറെഡി ഡൊമിനിയം പോലുള്ള ഒരു വളരെ മോശം പടം, പിന്നെ മോശം എന്ന് തന്നെ പറയാവുന്ന ഒരു ഫാളൻ കിങ്ഡം, ഈ രണ്ട് പടങ്ങൾ കണ്ടുവന്നിരിക്കുന്ന ഈ ജുറാസിക് വേൾഡ് അല്ലെങ്കിൽ ജുറാസിക് പാർക്കിന്റെ ആരാധകർക്ക് മുമ്പിൽ വീണ്ടും ഒരു മിഡ് ലെവലിലുള്ള യാതൊരുവിധ പുതുമയില്ലാത്ത വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പടമാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ആ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടല്ലോ, അതാണ് കൂടുന്നത്. പിന്നെ ഈ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അനാക്കോണ്ട 2 ഒക്കെ പോലെ വളരെ എന്താ പറയാ, വളരെ ത്രില്ലിംഗ് എന്ന് പറയാം വേണമെന്നുണ്ടെങ്കിൽ. കാരണം ഈ മനുഷ്യന്റെ ഹൃദ്രോഗം മാറ്റാൻ വേണ്ടി ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു പരീക്ഷണമൊക്കെ നടത്താൻ വേണ്ടി ഈ ഡൈനോസറുകൾ 3 ടൈപ്പ് ഉണ്ടല്ലോ. ഒന്ന് വെള്ളത്തിലുള്ളത്, പിന്നെ ഒന്ന് കരയിൽ ജീവിക്കുന്നത്, പിന്നെ ഒന്ന് പറക്കാൻ കഴിവുള്ളത്. ഈ 3 സെഗ്മെന്റിൽ വരുന്നതിൽ ഏറ്റവും വലുതിന്റെ ബ്ലഡ് സാമ്പിൾ ആണ് വേണ്ടത്. അപ്പൊ അതിനുവേണ്ടി പോകുന്ന ഒരു കൂട്ടം ആളുകളാണ്. അപ്പൊ ഇതൊരു ഐലൻഡിലാണ്. ഐലൻഡിൽ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഡിനോസേഴ്സ് ആണ് ഉള്ളത്. ഈ മ്യൂട്ടേറ്റഡ് ഡിനോസേഴ്സിന്റെ അടുത്ത് ഇവർ എത്തിപ്പെടുമ്പോൾ ഉള്ളത് അതിനകത്ത് ആദ്യത്തെ, അതായത് വെള്ളത്തിൽ വെച്ചുള്ള ഒരു ആക്ഷൻ സീൻ, അത് കൊള്ളായിരുന്നു. പിന്നെ ടിറക്സ് എന്ന് പറയാൻ പറ്റില്ല, മ്യൂട്ടേറ്റഡ് ആണ്. എന്നാൽ ആ ടിറക്സിന്റെ ഒരു സീനുണ്ട്. പിന്നെ പാറക്കെട്ടുകൾക്കിടയിൽ, അതായത് പറക്കുന്ന ഒരു സാധനമുണ്ട്, അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി, അതായത് അതിന്റെ പുറകെ പോയി ഒരു പാറക്കെട്ടിന്റെ അടുത്തൊക്കെ വെച്ചുള്ള ഒരു ആക്ഷൻ സീൻസ് ഉണ്ട്. പിന്നെ ക്ലൈമാക്സ്. അപ്പൊ ഇങ്ങനെ ഒരു 4 മെയിൻ പോർഷൻസ് ഈ പടത്തിൽ വരുന്നുണ്ട്. ഈ 4 മെയിൻ പോർഷൻസ് നമുക്ക് കണ്ടിരിക്കാം. ഇത് ഓൾറെഡി ഒരു ആവറേജ് ലെവൽ റിവ്യൂസും കാര്യങ്ങളുമാണ്. പിന്നെ നമുക്കറിയാം ഈ ജുറാസിക് വേൾഡ് അല്ലെങ്കിൽ ജുറാസിക് പാർക്ക് ഫ്രാഞ്ചൈസിൽ നിന്ന് നമുക്ക് നല്ല പടങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യം തിരിച്ചറിയണം. കാരണം ഇവർ ഈ PG-13 അതിനകത്ത് സ്റ്റിക്ക് ചെയ്ത് നിന്ന് ഇതുപോലുള്ള ഐറ്റംസ് ആണ് എപ്പോഴും പടച്ചുവിടുന്നത്. അവർക്ക് PG-13 മേളിലേക്ക്, അതായത് ഒരു R റേറ്റഡ് പടം എടുക്കാനൊന്നും പറ്റില്ല. കുട്ടികൾ വേണം. എന്നാൽ പിന്നെ ആ രീതിയിൽ ഒരുപാട് ഹൊറർ സീക്വൻസുകളില്ല ഈ പടത്തിൽ. ജുറാസിക് പാർക്ക് മൊത്തം ഫ്രാഞ്ചൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 പടങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹൊറർ എലമെന്റ് ഉള്ള ഒരു പടം പോലും എൻ്റെ അറിവിലില്ല. അതിൽ അവസാനം ഇറങ്ങിയ 2 നല്ല മോശമായിരുന്നു. സോ കമ്പാരിറ്റീവ്ലി ഈ അവസാനം ഇറങ്ങിയ 2 പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ളതാണ്. ഞാൻ കണ്ട തിയേറ്റർ എന്ന് പറയുന്നത് വളരെ വളരെ മോശം തിയേറ്ററാണ്. അതായത് ഈ ധീരൻ എന്നൊരു പടത്തിന്റെ അതിന്റെ സൗണ്ടും അതിലെ പാട്ടും ഒക്കെ എനിക്ക് കേൾക്കായിരുന്നു സിനിപോളിസിൽ ഈ സ്ക്രീനിലിരിക്കുമ്പോൾ. അത്രയും ശോകം തിയേറ്ററിൽ, ശോകം 3D. ഈ 3D എന്ന് പറയുന്ന സ്കാം അത് നിർത്തണം. കാരണം എത്ര കാലം എന്ന് വെച്ചിട്ട് നമ്മൾ ഈ 3Dക്ക് വേണ്ടി ഇങ്ങനെ അനാവശ്യമായിട്ട് കാശ് മുടക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊരു പക്ക സ്കാമാണ്. ഒന്നാമത് 3D പടങ്ങൾ 4K-ലല്ല ഇവിടെ DCP വരുന്നത്, അതെല്ലാം 2K-ലാണ് DCP വരുന്നത്. അപ്പൊ 2K DCP-ൽ വരുന്ന പടങ്ങളും യാതൊരു ഡെപ്തും ഇല്ലാതെ ഇതുപോലുള്ള കച്ചറ 3D എഫക്റ്റ് ഉള്ള പടങ്ങളുടെ മുകളിൽ ഒരു കണ്ണടയും കൂടി വെച്ച് കഴിയുമ്പോൾ ഒരു ഒന്നും പറയാതിരിക്കുന്ന ഭേദം. അങ്ങനെ മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുൻപിറങ്ങിയ പടങ്ങൾ, ഇതിന് തൊട്ട് മുമ്പിറങ്ങിയ പടങ്ങൾ വെച്ച് ആ പടം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമ്മിൽ ഭേദം എന്ന് പറയാം ഈ ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറയുന്ന പടം. പക്ഷെ സ്കാർലറ്റ് ജോഹാൻസൺ, ഇദ്രിസ് അലാലി, ഈ 2 പേരൊക്കെ ഉള്ള ഈ പടം, ഈ കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അങ്ങനെ ഒരു മൊത്തത്തിലൊരു ശോകം അനുഭവം.